ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഫീന സ്റ്റഡി റൂം. അപ്പോൾ ഇന്ന് നമ്മൾ 400 മുതൽ 500 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നോക്കി പോകുന്നത്. സൈക്കോളജിയാണ്. അപ്പോൾ നമുക്ക് നോക്കാം അല്ലേ. അപ്പോൾ നോക്കാം. 401ാമത്തെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഫസ്റ്റ് നോക്കുന്നത്. എല്ലാ വിദ്യാഭ്യാസ ഘട്ടങ്ങളിലും പ്രവൃത്തി പരിചയത്തിന് പ്രാധാന്യം നൽകണം എന്ന് നിർദ്ദേശിച്ചത് ഏത് കമ്മീഷനാണെന്നാണ്. അപ്പം എല്ലാ വിദ്യാഭ്യാസ ഘട്ടങ്ങളിലും പ്രവൃത്തി പരിചയത്തിന് പ്രാധാന്യം നൽകണം എന്ന് നിർദ്ദേശിച്ചത് കോത്താരി കമ്മീഷനാണ്. അപ്പോൾ നമ്മൾ വർക്ക് എക്സ്പീരിയൻസിനൊക്കെ കൊത്തിയിട്ടല്ല ഓരോന്നൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ കോത്താരി കമ്മീഷനാണെന്ന് ഓർത്ത് വെക്കുക. 402ാമത്തെ ക്വസ്റ്റ്യൻ. പുസ്തകങ്ങൾ കത്തിച്ച് കളയുക, മതിലുകൾ പൊളിക്കുക, ശിശുവിനെ പ്രകൃതിയുടെ മധ്യത്തിലേക്ക് എറിഞ്ഞു കൊടുക്കുക. പ്രകൃതി വാദത്തെ പിന്താങ്ങുന്ന ഈ വാക്കുകളുടെ ഉടമ റൂസോയാണ്. 403. താഴെ പറയുന്നവയിൽ കേവല മനഃശാസ്ത്രത്തിൽ പെടാത്തതേത് എന്നാണ്. സാമാന്യ മനഃശാസ്ത്രം, സാമൂഹിക മനഃശാസ്ത്രം, ശിശു മനഃശാസ്ത്രം, വിദ്യാഭ്യാസ മനഃശാസ്ത്രം. അതിൽ കേവല മനഃശാസ്ത്രത്തിൽ പെടാത്തത് ചോദിച്ചാൽ അത് വിദ്യാഭ്യാസ മനഃശാസ്ത്രമാണ്. 404ാമത്തെ ക്വസ്റ്റ്യൻ. ഒരു പ്രതിഭാസത്തിൻ്റെ സമഗ്രമായ അനുഭവമാണ് പ്രത്യക്ഷണത്തിൻ്റെ അടിസ്ഥാനമെന്ന് അനുശാസിക്കുന്ന സിദ്ധാന്തം ഗസ്റ്റാൾട്ടിസമാണ്. ഒരു പ്രതിഭാസത്തിൻ്റെ സമഗ്രം എന്ന് കണ്ടാൽ അവിടെ ഗസ്റ്റാൾട്ടിസമാണെന്ന് നമുക്ക് ഓർത്തു വെക്കാം. ഇനി 405. ബാല്യകാല അനുഭവങ്ങൾ ഭാവിയിൽ വ്യക്തിയുടെ സ്വഭാവ വിശേഷതയെയും മാനസിക പ്രശ്നങ്ങളെയും സ്വാധീനിക്കുന്നു എന്ന വസ്തുതയിൽ അധിഷ്ഠിതമായിട്ടുള്ള സമീപനമാണ് മനോവിശ്ലേഷണ സമീപനം എന്ന് പറയുന്നത് ബാല്യകാല അനുഭവങ്ങൾ ഭാവിയിൽ വ്യക്തിയുടെ സ്വഭാവ വിശേഷണങ്ങളെയും മാനസിക പ്രശ്നങ്ങളെയും സ്വാധീനിക്കുന്നു എന്ന വസ്തുതയിൽ അധിഷ്ഠിതമായിട്ടുള്ള സമീപനമാണ്. ഇനി 406ാമത്തെ ക്വസ്റ്റ്യൻ. ജീവിതഘട്ടത്തിൽ വെച്ച് ഏറ്റവും ദീർഘമായിട്ടുള്ള കാലഘട്ടമാണ് പ്രായപൂർത്തി. ജീവിതഘട്ടത്തിൽ ഏറ്റവും ദീർഘമായിട്ടുള്ള കാലഘട്ടം പ്രായപൂർത്തി ഘട്ടമാണ്. 407. പിയാഷയുടെ ഏത് സന്മാർഗിക വികാസഘട്ടത്തിലാണ് ബാഹ്യമായ അധികാരങ്ങൾ സന്മാർഗിക വികസനത്തെ നിയന്ത്രിക്കുന്നത്? ഹെറ്ററോണമി അതോറിറ്റി. പിയാഷയുടെ ഏത് സന്മാർഗിക വികസന ഘട്ടത്തിലാണ് ബാഹ്യമായ അധികാരങ്ങൾ സന്മാർഗിക വികസനത്തെ നിയന്ത്രിക്കുന്നത്? അത് ഹെറ്ററോണമി അതോറിറ്റിയാണ്. ബാഹ്യമായ അധികാരങ്ങൾ എന്ന് പറഞ്ഞാൽ പാരൻസിൻ്റെയും അധ്യാപകരുടേതും ഒക്കെ ആയിട്ടുള്ള കുറേ നമ്മൾ അവരുടെ കാര്യങ്ങളൊക്കെ അംഗീകരിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അതാണ് ഈ ഹെറ്ററോണമി അതോറിറ്റി എന്ന് പറഞ്ഞാൽ. ഹെറ്ററോണമി റെസിപ്രോസിറ്റി ആണെങ്കിലോ അത് നമുക്ക് വേദന ഉണ്ടാക്കുന്നത് മറ്റുള്ളവർക്കും ഉണ്ടാക്കരുത് എന്ന് ഉള്ള ചിന്ത വരുന്ന ആ ഒരു ഘട്ടമാണ് അല്ലേ. അങ്ങനത്തെ. ഇനി അതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മുഴുവനായിട്ടും അതിനെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ് കേട്ടോ. 408ാമത്തെ ക്വസ്റ്റ്യൻ. അക്ഷരങ്ങളുടെയും പദങ്ങളുടെയും ഉച്ചാരണത്തിൽ വരുന്ന മാറ്റം ശൈശവകാലത്തെ ഭാഷണ രീതിയിൽ മാറ്റമില്ലാതെ തുടരുന്ന ഭാഷണ വൈകല്യമാണ് കൊഞ്ഞ എന്ന് പറയുന്നത്. കൊഞ്ഞ എന്ന് പറയുന്നത് എന്താണ്? അക്ഷരങ്ങളുടെയും പദങ്ങളുടെയും ഉച്ചാരണത്തിൽ മാറ്റം ശൈശവകാലത്തെ ഭാഷണ രീതിയിൽ മാറ്റമില്ലാതെ തുടരുന്ന ഭാഷണ വൈകല്യമാണ് കൊഞ്ഞ. 409. താൽക്കാലിക ബുദ്ധിഭ്രമത്തിൻ്റെ കാലം എന്ന് വിശേഷിപ്പിക്കുന്ന വികസന ഘട്ടമാണ് കൗമാരം. കൗമാരം എന്ന് പറയുന്നത് താൽക്കാലിക ബുദ്ധിഭ്രമത്തിൻ്റെ കാലം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വികസന ഘട്ടമാണ് കൗമാരം. 410. സമ്മിശ്ര പഠനവക്രത്തിൻ്റെ ആകൃതി. എസ് ആകൃതിയാണ് സമ്മിശ്ര പഠനവക്രത്തിൻ്റെ ആകൃതി എന്ന് പറയുന്നത്. എസ് ആകൃതിയാണ്. പ്രശ്നപേടകത്തിലെ പൂച്ച ഏത് മനഃശാസ്ത്രജ്ഞനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? തോണ്ടേക്കുമായിട്ടാണ് ബന്ധപ്പെട്ടിട്ടുള്ളത്. ഇനി 412. ഓരോ വ്യക്തിയുടെയും പ്രത്യക്ഷണത്തിൻ്റെ അനുഭവങ്ങൾ വ്യത്യസ്തമായിരിക്കുമെന്നും വ്യക്തിഗത അനുഭവമാണ് പഠനത്തിൻ്റെ അടിത്തറ നിർണ്ണയിക്കുന്നത് എന്നും പ്രസ്താവിക്കുന്ന സിദ്ധാന്തമാണ് അന്തർദൃഷ്ടി പഠന സിദ്ധാന്തം. ഓരോ വ്യക്തിയുടെയും പ്രത്യക്ഷണത്തിൻ്റെ അനുഭവങ്ങൾ വ്യത്യസ്തമായിരിക്കുമെന്നും വ്യക്തിഗത അനുഭവമാണ് പഠനത്തിൻ്റെ അടിത്തറ നിർണ്ണയിക്കുന്നത് എന്നും പ്രസ്താവിക്കുന്ന സിദ്ധാന്തം അന്തർദൃഷ്ടി പഠന സിദ്ധാന്തമാണ്. ഫ്രോയിഡിൻ്റെ അഭിപ്രായത്തിൽ മലമൂത്ര വിസർജനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മാതാപിതാക്കൾ കുട്ടിയെ പരിശീലിപ്പിക്കുന്ന ടോയ്ലറ്റ് ട്രെയിനിങ് ഘട്ടമാണ് ഗുദഘട്ടം എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മാസ്ലോയുടെ അഭിപ്രായത്തിൽ സമായോജനത്തിലേക്ക് നയിക്കുന്ന മനുഷ്യൻ്റെ ആവശ്യമാണ് ശാരീരിക ആവശ്യങ്ങൾ, സുരക്ഷിതത്വവുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾ, സ്നേഹസംബന്ധമായിട്ടുള്ള ആവശ്യങ്ങൾ. 415ാമത്തെ ക്വസ്റ്റ്യൻ. അവ്യക്തമായ ചിത്രങ്ങൾ കാണിച്ച് അതിനിടയിൽ
അതിനിടയായ സംഭവം വിവരിക്കാൻ ആവശ്യപ്പെടുന്ന പ്രക്ഷേപണ തന്ത്രമാണ് തീമാറ്റിക് അപ്രീസിയേഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. 416 രാജീവ് ബാങ്കിലെ ജോലി സ്വീകരിക്കുമോ അധ്യാപക ജോലി സ്വീകരിക്കണമോ എന്ന ആശയക്കുഴപ്പത്തിലാണ്. ഇത് ഏത് തരം മാനസിക സംഘർഷത്തിൽ പെടുന്നു? സമീപന സംഘർഷമാണ്. സമീപന സംഘർഷം. അടുത്ത ക്വസ്റ്റ്യൻ 417 ത്രിമുഖ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ഗിൽഫോൾഡ് ആണ് ത്രിമുഖ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ഗിൽഫോൾഡ്. IQ 70 താഴെയായ കുട്ടികളാണ് മാനസിക മാന്ദ്യമുള്ള കുട്ടികളാണ് IQ 70 താഴെയുള്ള കുട്ടികൾ. 419 കുട്ടികളുടെ കാര്യത്തിലൊന്നിലും ഇടപെടാതിരിക്കുകയും വേണ്ടത്ര താല്പര്യവും ശ്രദ്ധയും നൽകാത്തതുമായ രക്ഷാകർതൃത്വ രീതിയാണ് നിസ്സംഗ രക്ഷാകർതൃത്വം. ഒരു വ്യക്തിയെയോ വസ്തുവിനെയോ പദാർത്ഥത്തെയോ പ്രക്രിയയെയോ സംഭവത്തെയോ വാക്കുകളെയോ ചിത്രീകരിക്കുന്ന പ്രക്രിയയാണ് വർണ്ണനം എന്ന് പറയുന്നത്. പിയാഷയുടെ വൈജ്ഞാനിക വികസന ഘട്ടത്തിൽ ഇച്ഛാതീത വ്യവഹാരങ്ങളിൽ നിന്നും ഉദ്ദേശാധിഷ്ഠിത വ്യവഹാരങ്ങളിലേക്കുള്ള ക്രമമായ പുരോഗതി കൈവരുന്ന ഘട്ടമാണ് ഇന്ദ്രിയ ചാലക ഘട്ടം. 422 ത്രിഭാഷാ പാഠ്യപദ്ധതിയുടെ ആരുടെ സംഭാവനയാണ്? മുതലിയാർ കമ്മീഷൻ ത്രിഭാഷാ പാഠ്യപദ്ധതി. കോത്താരി കമ്മീഷൻ എന്താണ്? വർക്ക് എക്സ്പീരിയൻസ് അല്ലേ? ഇപ്പം വർക്ക് എക്സ്പീരിയൻസ് ആണ് കോത്താരി കമ്മീഷന്. ത്രിഭാഷാ പാഠ്യപദ്ധതി ആരുടേതാണ്? മുതലിയാർ കമ്മീഷനാണ്. ഇപ്പം ത്രിഭാഷ എന്ന് പറയുമ്പോൾ 3 ഭാഷയാണ്. അപ്പം മുതലിയാർ എന്ന് പറയുമ്പോൾ 3 അതിലുണ്ട്. പിന്നെ അതുപോലെ തന്നെ ത്രിഭാഷയിൽ തായുണ്ട് അല്ലേ? അതുപോലെ മുത്തലിയാർ എന്ന് എഴുതുമ്പോൾ അതിലും ഒരു തായുണ്ട്. അങ്ങനെയൊക്കെ ഓർത്തിട്ട് വെക്കുക. അപ്പോൾ ത്രിഭാഷാ പാഠ്യപദ്ധതി മുതലിയാർ കമ്മീഷൻ. 423 വസ്തുനിഷ്ഠമായിട്ടുള്ള കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന വിദ്യാഭ്യാസ ദർശനം ഏതാണെന്ന് ചോദിച്ചാൽ ഇത് പ്രായോഗികവാദമാണ്. വസ്തുനിഷ്ഠപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന വിദ്യാഭ്യാസ ദർശനമാണ് വിദ്യാഭ്യാസ ദർശനമാണ് പ്രായോഗികവാദം. അധ്യാപക വിദ്യാഭ്യാസം എന്ന ആശയം മുന്നോട്ട് വെച്ചത് പെസ്റ്റലോസിയാണ്. അധ്യാപക വിദ്യാഭ്യാസം എന്ന ആശയം മുന്നോട്ട് വെച്ചത് പെസ്റ്റലോസി. പഠനം എന്നത് ചോദകവും പ്രതികരണവും തമ്മിലുള്ള അനുബന്ധമാണെന്നും വാദിക്കുന്ന സിദ്ധാന്തമാണ് വ്യവഹാരവാദം. ചില ശബ്ദങ്ങൾ യഥാസമയം ഉച്ചരിക്കാൻ കഴിയാതെ വരുമ്പോൾ അസ്വാഭാവികമായ മുഖചേഷ്ടകൾ വന്നുപോകുന്നതാണ് സ്റ്റാമറിങ്. ആന്തരിക അഭിപ്രേരണക്ക് അടിസ്ഥാനം എന്താണെന്ന് ചോദിച്ചാൽ അത് നൈസർഗിക വാസനയാണ്. ആന്തരിക അഭിപ്രേരണക്ക് അടിസ്ഥാനം നൈസർഗിക വാസന. പൗരാണിക അനുബന്ധന സിദ്ധാന്തത്തിനാസ്പദമായ പരീക്ഷണങ്ങൾ നടത്തിയത് നായയിലാണ്. 429 ക്വസ്റ്റ്യൻ സ്കിന്നറുടെ പ്രവർത്തന അനുബന്ധന സിദ്ധാന്തത്തിൻ്റെ കേന്ദ്രബിന്ദു പ്രബലനമാണ്. പഠിതാവിന് നൽകുന്ന പ്രതികൂല വൈകാരിക ചിന്തകളിൽ പെടുന്നത് ഏത് എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. അത് ശിക്ഷ, ശത്രുത, ഉത്കണ്ഠ. ഇവയെല്ലാം പ്രതികൂല വൈകാരിക ചിന്തകളാണ് അല്ലേ? ഇനി കുട്ടി അറിവ് നിർമ്മിക്കുമെന്നും പഠനത്തിലൂടെ മനോമാതൃകകളുടെ രൂപീകരണമാണ് നടക്കുന്നതെന്നും അനുമാനിപ്പിക്കുന്ന സിദ്ധാന്തമാണ് വൈജ്ഞാനിക സിദ്ധാന്തം. അപ്പം അറിവ് മനോമാതൃകകളുടെ രൂപീകരണമാണ് നടക്കുന്നതെന്ന് അനുമാനിക്കുന്നത് അത് വൈജ്ഞാനിക സമീപനമാണ്. പിന്നെ ക്ഷേത്ര സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് കർട്ട് ലെവിനാണ്. ആൽഫ്രഡ് ബന്ദൂരയുടെ നിരീക്ഷണ പഠന സിദ്ധാന്തത്തിൻ്റെ എത്ര അടിസ്ഥാന ഘട്ടങ്ങളുണ്ട്? അതിൽ 5 അടിസ്ഥാന ഘട്ടങ്ങളാണുള്ളത്. നിരീക്ഷണ പഠന സിദ്ധാന്തത്തിൽ 5 അടിസ്ഥാന ഘട്ടങ്ങളാണുള്ളത്. ഡിസ്കാൽക്കുലിയ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഗണിതത്തിൻ്റെ ബുദ്ധിമുട്ട്. കായിക പ്രവർത്തനങ്ങളിലൂടെ ലഭിക്കുന്ന സംവേദനങ്ങൾ ഓർമ്മകളായി മാറുന്നതാണ് കൈനസ്തെറ്റിക് മെമ്മറിയാണ് കായിക പ്രവർത്തനങ്ങളിലൂടെ ലഭിക്കുന്ന സംവേദനങ്ങൾ ഓർമ്മകളായി മാറുന്നത്. ഫ്രോയിഡിൻ്റെ അഭിപ്രായത്തിൽ വ്യക്തിത്വത്തിൻ്റെ പാലകനായി കണക്കാക്കുന്നത് ഈഗോ ആണ്. മനുഷ്യൻ്റെ വികാസപരമായിട്ടുള്ള ആവശ്യങ്ങളെ ശ്രേണിയായി ചിത്രീകരിച്ചത് എബ്രഹാം മാസ്ലോ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു അധ്യാപകൻ താൻ വികസിപ്പിച്ചെടുത്തിട്ടുള്ള ഒരു പഠന രീതിയുടെ ഫലപ്രാപ്തി കണ്ടുപിടിക്കുവാൻ ആഗ്രഹിക്കുന്നു. താഴെ പറയുന്നവയിൽ ഏറ്റവും അനുയോജ്യമായ മാർഗം പരീക്ഷണം. ഒരു അധ്യാപകൻ താൻ വികസിപ്പിച്ചെടുത്ത ഒരു പഠന രീതിയുടെ ഫലപ്രദമായി കണ്ടുപിടിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ താഴെ പറയുന്നവയിൽ ഏറ്റവും അനുയോജ്യമായ മാർഗം ഏതെന്ന് ചോദിച്ചാൽ അത് പരീക്ഷണമാണ്. അനൂപ് അവൻ്റെ ടീമിൻ്റെ വിജയം ആഘോഷിക്കുകയും അതിൽ സംതൃപ്തി അനുഭവിക്കുകയും ചെയ്യുന്നു. അവൻ ഉപയോഗിക്കുന്ന സമായോജന തന്ത്രം ഏതാണെന്നാണ്? അത് താദാത്മീകരണമാണ്.
ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ പുരോഗമന വിദ്യാഭ്യാസത്തിൻ്റെ ഉദ്ദേശം അല്ലാത്തത് ഏതെന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. അത് പരീക്ഷ ലക്ഷ്യമാക്കിയുള്ള ബോധനത്തിന് പ്രാധാന്യമാണ്. അതിൽ ബാക്കിയുള്ളവ നോക്കാം. പ്രവർത്തനത്തിലൂടെ പഠനത്തിന് പ്രാധാന്യം, ടീമുകൾക്ക് ഊന്നൽ നൽകുന്ന ഉദ്ഗ്രഥന രീതി, പ്രശ്ന നിർദ്ധാരണത്തിനും വിമർശനാത്മക ചിന്തയ്ക്കും ഊന്നൽ കൊടുക്കുന്നു. അപ്പം അതിൽ ചുവടെ കൊടുത്തിരിക്കുന്ന പുരോഗമന വിദ്യാഭ്യാസത്തിൻ്റെ ഉദ്ദേശം അല്ലാത്തത് ചോദിച്ചാൽ അത് പരീക്ഷ ലക്ഷ്യമായിട്ടുള്ള ബോധനത്തിന് പ്രാധാന്യം കൊടുക്കുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു വ്യക്തിയുടെ വ്യക്തിത്വം നിർണ്ണയിക്കുന്നതിൽ മനസ്സിൽ സൈക്കോ ഡൈനാമിക്സിന് ഊന്നൽ നൽകുന്ന സിദ്ധാന്തം സൈക്കോ അനലറ്റിക് തിയറിയാണ്. ഒരു വ്യക്തിയുടെ വ്യക്തിത്വം നിർണ്ണയിക്കുന്നതിൽ മനസ്സിൻ്റെ സൈക്കോ ഡൈനാമിക്സിന് ഊന്നൽ നൽകുന്ന സിദ്ധാന്തം. 6 വയസ്സുള്ള എബി തൻ്റെ കൈവശമുള്ള മുത്തുകൾ എണ്ണുകയാണ്. എന്നാൽ 5-ൽ അവൻ അവസാനിക്കുന്നതിനെല്ലാം വിട്ടാണ് എണ്ണുന്നത്. അതായത് 5, 15, 25 തുടങ്ങിയവ. അവിടെ ഒരു ദത്തത്തിന് വേണ്ട എന്തു സവിശേഷ ഗുണമാണ് ലംഘിക്കപ്പെടുന്നത്? കൃത്യത. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, യഥാർത്ഥത്തിൽ ഒരു പ്രത്യേക അവസ്ഥയായിട്ട് കരുതാൻ പറ്റില്ല, എന്നാൽ ക്രമാതീതമായ അസ്വസ്ഥതയും കുറഞ്ഞ ശ്രദ്ധയും അടങ്ങിയ ഒരു സ്വഭാവ രൂപമാണ് ഇത് സൂചിപ്പിക്കുന്നത്. ADHD ആണ്. സാധാരണ അധ്യാപകരുടെ നിയന്ത്രണത്തിൽ പഠന വൈകല്യമുള്ള വിദ്യാർത്ഥികളെ പൊതുവിദ്യാലയങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതിന് അറിയപ്പെടുന്നത് ഉൾപ്പെടുത്തിയുള്ള വിദ്യാഭ്യാസം. 445-ാമത്തെ ക്വസ്റ്റ്യൻ, ബിന്ദു ടീച്ചർ എല്ലാ ദിവസവും തൻ്റെ ക്ലാസ്സിലെ പഠനത്തിൽ പിന്നാക്കം നിൽക്കുന്ന കുട്ടികളെ സഹായിക്കാൻ സമയം കണ്ടെത്തുന്നു. ടീച്ചർ കുട്ടികളുടെ സംശയങ്ങൾ വ്യക്തിപരമായി തീർക്കും. ആവശ്യമെങ്കിൽ പ്രാഥമിക ആശയങ്ങൾ വ്യക്തമാക്കിക്കൊണ്ട് പഠന ഭാഗത്തെ പ്രവർത്തനങ്ങൾ വിശദീകരിക്കും. ഇതിനെ പറയുന്നത് പരിഹാര ബോധനം. 446 പ്രതിപാദനരായ കുട്ടികൾക്ക് നിർദ്ദേശിച്ചിട്ടില്ലാത്ത രീതി പരിഹാര ബോധനം. പ്രതിപാദനരായ കുട്ടികൾക്ക് നിർദ്ദേശിച്ചിട്ടില്ലാത്ത രീതി ഏതാണ്? അത് പരിഹാര ബോധനമാണ്. ബാക്കി ത്വരിത പഠനം, അനുകൂലനം നടത്തിയ പാഠ്യപദ്ധതി, കഴിവിനൊത്ത വർഗീകരണം, ഇതൊക്കെ അവർക്ക് പറ്റുന്നതാണ്. ഇനി 447 മനഃശാസ്ത്രം വ്യവഹാരത്തിൻ്റെയും അനുഭവത്തിൻ്റെയും ശാസ്ത്രമെന്ന് അഭിപ്രായപ്പെട്ടത് സ്കിന്നറാണ്. മനഃശാസ്ത്ര പഠനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഏറ്റവും പഴയ രീതി ആത്മപരിശോധനാ രീതി. പക്ഷേ മനഃശാസ്ത്ര പഠനത്തിൽ ഏറ്റവും പഴക്കമുള്ള രീതി ആത്മപരിശോധന രീതിയാണ്. എന്നാൽ ഏറ്റവും ആദ്യത്തെ രീതി എന്ന് ചോദിച്ചാൽ അത് നിരീക്ഷണ രീതിയാണ് കേട്ടോ. ഇനി 449 വ്യക്തിയിൽ നിന്നും നേരിട്ട് ശേഖരിക്കാനാവാത്ത ദത്തങ്ങൾ കണ്ടെത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന തന്ത്രങ്ങളാണ് വിക്ഷേപണ തന്ത്രങ്ങൾ. വ്യക്തിയിൽ നിന്നും നേരിട്ട് ശേഖരിക്കാനാവാത്ത ദത്തങ്ങൾ കണ്ടെത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന തന്ത്രങ്ങളാണ് വിക്ഷേപണ തന്ത്രങ്ങൾ. ഒരു കുട്ടി ഇച്ഛാതീത വ്യവഹാരങ്ങളിൽ നിന്നും ഉദ്ദേശാധിഷ്ഠിത വ്യവഹാരങ്ങളിലേക്കുള്ള ക്രമമായ പുരോഗതി കൈവരിക്കുന്ന വികസന ഘട്ടമാണ് ഐന്ദ്രിക ചാലക ഘട്ടം. ഒരു കുട്ടി ഇച്ഛാതീത വ്യവഹാരങ്ങളിൽ നിന്നും ഉദ്ദേശാധിഷ്ഠിത വ്യവഹാരങ്ങളിലേക്കുള്ള ക്രമമായ പുരോഗതി കൈവരിക്കുന്ന വികസന ഘട്ടമാണ് ഇന്ദ്രിയ ചാലക ഘട്ടം. 451 കൗമാരകാലം പിയാഷെയുടെ ഏത് സന്മാർഗിക വികസനത്തിൽ ഉൾപ്പെടുന്നു? അത് ആട്ടോണമി അഡോളസൻസിലാണ് വരുന്നത്. അഡോളസൻസ് കൗമാരകാലം. ഇനി 452 പ്രാരംഭഘട്ടത്തിൽ പഠനം ത്വരിതഗതിയിലുള്ള പുരോഗതി കാണിക്കുകയും ക്രമേണ മന്ദഗതിയാവുകയും ചെയ്താൽ അതിൻ്റെ ലേഖ എന്തായിരിക്കും? അത് ഉന്മധ്യവക്രമാണ് ക്രമേണ മന്ദഗതിയിലാകുന്നത്. ആദ്യം പുരോഗതി കാണിക്കും, പിന്നെ മന്ദഗതിയിലാകുന്നത്. 453 താഴെ കൊടുത്തിരിക്കുന്ന ചിത്രം ഏത് സമഗ്രതാ നിയമത്തെ സൂചിപ്പിക്കുന്നു? അത് സാമീപ്യ നിയമത്തെയാണ് സൂചിപ്പിക്കുന്നത്. പഠനത്തിൻ്റെ ക്ഷേത്ര സിദ്ധാന്തം ആവിഷ്കരിച്ചത് കർട്ട്ലെവിനാണ്. അടുത്ത ക്വസ്റ്റ്യൻ, സാമ്യമുള്ള ചോദകങ്ങൾക്ക് പഠിതാവ് വിവേചനക്ഷമമായ വ്യത്യസ്ത പ്രതികരണങ്ങൾ നൽകുമ്പോൾ ഏതു തരത്തിലുള്ള വ്യവഹാരമാണ് കൈവരിക്കുന്നത്? ബഹുമുഖ വിവേചനമാണ്. 456 താഴെ പറയുന്നവയിൽ മറവിയുടെ കാരണങ്ങളിൽ പെടാത്തത് ഏത് എന്നാണ്? ചോദക സാഹചര്യങ്ങൾ മാറ്റമില്ലാതെ തുടരുന്നതാണ് മറവിയുടെ കാരണങ്ങളിൽ പെടാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. കാരണങ്ങൾ നോക്കാം. അപര്യാപ്തമായ മുദ്രണം, വൈകാരിക ചാഞ്ചല്യം, ആരോഗ്യക്കുറവും മസ്തിഷ്കാഘാതവും. അപ്പം അതിൽ പെടാത്തതെന്ന് ചോദിച്ചാൽ ചോദക സാഹചര്യങ്ങൾ മാറ്റമില്ലാതെ തുടരുന്നത്. ഇനി 457 പരിശീലന സംക്രമണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളിൽ പെടുന്നത് ഏതെന്നാണ്? അത് ബുദ്ധിശക്തി, മനോഭാവം, പാഠ്യവസ്തു, ഇവയെല്ലാം പെടുന്നുണ്ട്.
458 ഒരു വ്യക്തിയുടെ സവിശേഷമായ വ്യവഹാരത്തെയും ചിന്തയെയും നിർണ്ണയിക്കുന്ന കായിക മാനസിക വ്യവസ്ഥയുടെ ചലനപരമായിട്ടുള്ള ആന്തരിക ഘടനയാണ് വ്യക്തിത്വം. ഇപ്രകാരം വ്യക്തിത്വത്തെ നിർവചിച്ചത് ആൽബർട്ടാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഹിപ്പോക്രാറ്റസിൻ്റെ അഭിപ്രായത്തിൽ വിഷാദാത്മകനായ ഒരു വ്യക്തിയുടെ ശരീരത്തിൽ മുന്തി നിൽക്കുന്ന രസം അത് കറുത്ത പിത്തരസമാണ്. 460 ഫ്രോയിഡിൻ്റെ അഭിപ്രായത്തിൽ മാനസികോർജം അഥവാ ലിബിഡോർജത്തിൻ്റെ സംഭരണിയാണ് ഇതെന്ന് പറയുന്നത്. 461 മനഃശാസ്ത്രം മാനവ വ്യവഹാരങ്ങളുടെയും മനുഷ്യബന്ധങ്ങളുടെയും പഠനമാണ് എന്ന് അഭിപ്രായപ്പെട്ടത് ക്രോ ആണ്. മനഃശാസ്ത്രത്തിൻ്റെ വൈജ്ഞാനിക സമീപനത്തിൻ്റെ വക്താക്കളിൽ പെടാത്തത് ആര്? എബ്രഹാം മാസ്ലോ. വൈജ്ഞാനിക സമീപനങ്ങൾ പെടുന്നവരാണ് ജീൻ പിയാഷെ, ഡേവിഡ് ആസബൽ, കർട്ട് ലെവിനൊക്കെ. ഇനി 463 ഒരു വ്യവഹാരവാദവും ബന്ധപ്പെട്ടിട്ടുള്ള പ്രതികരണ ചരവും തമ്മിലുള്ള ബന്ധം മറ്റു ചരങ്ങളെല്ലാം നിയന്ത്രിച്ചു കൊണ്ട് പഠിക്കുന്നതിന് അവലംബിക്കുന്ന രീതിയാണ് പരീക്ഷണ രീതി. സമൂഹമിതി വികസിപ്പിച്ചത് JL മൊറീനോ ആണ്. 465 ഒന്നിലധികം പദങ്ങൾ അസാധാരണയായി ഒട്ടിച്ചേർന്നുണ്ടാകുന്ന ഭാഷണ വൈകല്യമാണ് അസ്പഷ്ടത. 466 നിഗമന രീതിയുടെ പ്രത്യേകത സമയലാഭം, കൃത്യത, വേഗത, ഓർമ്മശക്തി വർദ്ധിപ്പിക്കുന്നു. ഇവയെല്ലാമാണ്. ഇനി 467 ഭാരമാകാത്ത പഠനം എന്ന പേര് റിപ്പോർട്ട് സമർപ്പിച്ചത് യശ്പാൽ കമ്മിറ്റിയാണ്. കളി രീതിയുടെ ഉപജ്ഞാതാവ് ഫ്രോബലാണ്. പ്രയുക്ത മനഃശാസ്ത്രത്തിൽ പെടാത്തത് ഏത്? വൈമുഖ്യ മനഃശാസ്ത്രമാണ്. ബാക്കി വിദ്യാഭ്യാസ മനഃശാസ്ത്രം, വ്യാവസായിക മനഃശാസ്ത്രം, സൈനിക മനഃശാസ്ത്രം എല്ലാം പ്രയുക്ത മനഃശാസ്ത്രത്തിൽ പെടുന്നവയാണ്. ഒരു പ്രതിഭാസത്തിൻ്റെ സമഗ്രമായ അനുഭവമാണ് പ്രത്യക്ഷണത്തിൻ്റെ അടിസ്ഥാനം എന്ന് അനുശാസിക്കുന്ന സിദ്ധാന്തമാണ് സമഗ്രതാവാദം. സംബന്ധപൂർവ്വകാലം എന്നറിയപ്പെടുന്നത് ആദ്യ ബാല്യകാലമാണ്. ആദ്യകാല ബാല്യമാണ് സംബന്ധപൂർവ്വകാലം, പ്രീ ഗാങ് എന്ന് പറയുന്നത്. ഇനി എറിക്സന്റെ മനോസാമൂഹിക വികാസഘട്ടത്തിൽ കൗമാരകാലം മാനസിക സാമൂഹിക സിദ്ധാന്തം അനുസരിച്ച് ഏത് ഘട്ടത്തിലാണെന്നാണ്? അത് സ്വഭാവബോധം, റോൾ ആശയങ്ങളാണ്. അടുത്തത് 473 ശ്രമപരാജയ സിദ്ധാന്തം ആവിഷ്കരിച്ചത് തോണ്ടേക്ക്. 474 തുടക്കത്തിൽ വളരെ വേഗത്തിലുള്ള പുരോഗതി പ്രകടമാകുകയും ക്രമേണ മന്ദഗതിയിലാവുകയും ചെയ്യുന്ന പഠനരീതിയാണ് ഉന്മധ്യവക്രം. അപ്പം തുടക്കത്തിൽ പുരോഗതി കാണിക്കും, പിന്നീട് മന്ദഗതിയിലാകുന്നു. ഇതാണ് ഉന്മധ്യവക്രം. രാകേഷ് അവൻ്റെ ടീമിൻ്റെ വിജയം ആഘോഷിക്കുകയും അതിൽ സംതൃപ്തി അനുഭവിക്കുകയും ചെയ്യുന്നു. അവൻ ഉപയോഗിക്കുന്ന സമായോജന തന്ത്രം ഏത്? താദാത്മീകരണമാണ്. അപ്പം ഇതിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെ വീണ്ടും ഞാൻ വായിക്കുന്നതിൻ്റെ കാരണം എന്താ വെച്ചാൽ അത് ഇതിലുള്ളത് തന്നെയാണ്, അതുകൊണ്ടാണ് വീണ്ടും വായിക്കുന്നത്. അപ്പോൾ വീണ്ടും നമ്മളുടെ മനസ്സിലേക്ക് അത് ഉറക്കാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പം ചില ക്വസ്റ്റ്യൻസൊക്കെ വീണ്ടും ആവർത്തിക്കുന്നുണ്ട്. 476 ക്വസ്റ്റ്യൻ, പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി ചുവടെ കൊടുക്കുന്നവയിൽ ഏതൊക്കെ സാഹചര്യങ്ങൾ പ്രയോജനപ്പെടുത്താം? അനുരൂപീകരിച്ച പാഠപുസ്തകങ്ങൾ, പ്രവർത്തന പുസ്തകങ്ങൾ, റിസോഴ്സ് അധ്യാപകർ, ഇവയെല്ലാം പ്രയോജനപ്പെടുത്താം. ഇനി 477 ചുവടെ കൊടുത്തിരിക്കുന്ന ഒരു പഠന വൈകല്യം അല്ലാത്തത് ഏതാണെന്നാണ്? അതിൽ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ ADHD ആണ്. ഡിസ്ലെക്സിയ, ഡിസ്ഗ്രാഫിയ ഒക്കെ ഒരു പഠന വൈകല്യങ്ങളാണ്. എന്നാൽ ഡിസ്മാനിയ ആണെങ്കിൽ ഒരു പഠന വൈകല്യം അല്ലാത്തത് കേട്ടോ. 478 ക്വസ്റ്റ്യൻ, മനുഷ്യനിലുള്ള മൃഗ സ്വഭാവമാണ് നിഴൽ എന്ന് പറയുന്നത് കേട്ടോ. നിഴൽ. ഇനി 479 ഹിപ്പോക്രാറ്റസിൻ്റെ വർഗീകരണം അനുസരിച്ച് താഴെ കൊടുത്തിട്ടുള്ളവയിൽ നിന്നും ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ശ്ലേഷ്മം, അലസ സ്വഭാവമുള്ളവർ. ശ്ലേഷ്മരസം എന്താണ്? അലസ സ്വഭാവമുള്ളതാണ് കേട്ടോ. ബാക്കിയൊക്കെ തെറ്റാണ്. ഇനി 480 പരീക്ഷയിൽ തോറ്റ കുട്ടി തൻ്റെ കഴിവ് കലാപ്രവർത്തനങ്ങളിലൂടെ നേടിയെടുക്കുന്നു. ഇത് ഏത് സമായോജന ക്രിയാതന്ത്രമായിട്ട് പരിഗണിക്കാം? അനുപൂരണം. താഴെ പറയുന്നവയിൽ സാമൂഹ്യ നിർമ്മിതിവാദ സിദ്ധാന്തത്തെ പ്രതിനിധീകരിക്കാത്തത് ഏത് എന്നാണ്? ഓർത്തുചൊല്ലലാണ്. ബാക്കി സംഘചർച്ച, സഹവർത്തിത പഠനം, സംവാദാത്മക പഠനമൊക്കെ സാമൂഹ്യ നിർമ്മിതിവാദത്തിൻ്റെ സിദ്ധാന്തത്തെ പ്രതിനിധീകരിക്കുന്നതാണ്. ഹെർബർട്ട് ഷെൽഡൻ്റെ അഭിപ്രായത്തിൽ പൊക്കത്തോടെ മെലിഞ്ഞ ശരീരമുള്ളവരെ അന്തർമുഖരും ഭീതിയോട് കൂടിയവരുമായിട്ടുള്ള വർഗീകരിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തികളാണ് എക്ടോമോർഫിക്. ഇനി പിയാഷെയുടെ അഭിപ്രായത്തിൽ വൈജ്ഞാനിക ഘടനയുടെ പരിചിത സ്കീമുകളുമായി ബന്ധപ്പെടുത്തുക വഴി
അപരിചിതമായിട്ടുള്ള സ്കീമയെ പരിചിതമായി മാറ്റുന്ന പ്രക്രിയയാണ് സ്വാംശീകരണം. താഴെ കൊടുത്തിരിക്കുന്ന വൈകാരിക ബുദ്ധിയുള്ള വ്യക്തിയിൽ ഇല്ലാത്ത സവിശേഷത ഏത്? അത് തൻ്റെ മാത്രം വികാരങ്ങൾ മുൻനിർത്തി പ്രവർത്തിക്കുന്നു എന്നതാണ്. കുട്ടികൾ അവർക്കിഷ്ടപ്പെട്ട ക്രിക്കറ്റ് താരവുമായോ സിനിമാ താരവുമായോ താദാത്മ്യം പ്രാപിക്കുകയും അവർക്കുണ്ടാകുന്ന ഓരോ വിജയവും സ്വന്തം വിജയമായി കണ്ട് സംതൃപ്തി നേടുകയും ചെയ്യുന്ന സമായോജന തന്ത്രമാണ് താദാത്മീകരണം. ഗണിതക്രിയകൾ ചെയ്യുന്നതിന് ഒരു കുട്ടിക്ക് അനുഭവപ്പെടുന്ന ബുദ്ധിമുട്ടാണ് ഡിസ്കാൽക്കുലിയാണ്. ഇനി അഭിപ്രേരണയെ നിർണ്ണയിക്കുന്ന ഘടകങ്ങളിൽ പെടുന്നത് ഏതൊക്കെയാണെന്നാണ് ചോദ്യം. അത് മത്സരം, ഭീതി, പുരോഗതിയെക്കുറിച്ചുള്ള അറിവ്. മത്സരം, ഭീതി, പുരോഗതിയെക്കുറിച്ചുള്ള പരാജയഭീതി. മത്സരം, പരാജയഭീതി, പുരോഗതിയെക്കുറിച്ചുള്ള അറിവ് ഇവയെല്ലാമാണ് അഭിപ്രേരണയെ നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ, ചുവടെ കൊടുത്തിരിക്കുന്നതിൽ തീർച്ചയായും ഒരു പാരമ്പര്യ ഘടകം ആകുന്നത് ഏത് എന്നാണ്. അത് തലമുടിയുടെ നിറമാണ് പാരമ്പര്യ ഘടകമാകുന്നത്. ബാക്കിയെല്ലാം പരിസരമായിട്ടുള്ളതായിരിക്കും. പരിസരബന്ധിത പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നത്, സ്കൂളിനോടുള്ള ഇഷ്ടം, പഠന സ്വഭാവം ഒക്കെ പരിസരബന്ധിതമാണ്. എന്നാൽ പാരമ്പര്യമായിട്ടുള്ളത് തലമുടിയുടെ നിറമാണ്. പിയാഷെയുടെ അഭിപ്രായത്തിൽ പരിസ്ഥിതിയിലുള്ള വസ്തുക്കളെ ബിംബങ്ങൾ കൊണ്ട് പ്രതിനിധാനം ചെയ്യുവാനുള്ള ശേഷി കൈവരിക്കുന്ന ഘട്ടമാണ് പ്രാക് മനോവ്യാപാര ഘട്ടം. അച്ഛനോടൊപ്പം യാത്ര പോകണോ അതോ അമ്മയോടൊപ്പം ഉറങ്ങണോ എന്ന പ്രതിസന്ധി നേരിടുന്ന കുട്ടി ഏതുതരം മാനസിക സംഘർഷത്തിലാണ്? അപ്രോച്ച് കോൺഫ്ലിക്റ്റ് ആണ്. ഇനി പ്രതിപാദനരായ കുട്ടിക്ക് നിശ്ചയിച്ചിട്ടില്ലാത്ത രീതി ഏതാണ്? അത് പരിഹാര ബോധനമാണ്. പഠനത്തെ സ്വാധീനിക്കുന്ന വൈയക്തിക ചലനങ്ങളിൽ പെടുന്നത് പരിപക്വനം, പ്രായം, ലിംഗഭേദം ഇവയെല്ലാമാണ്. മനുഷ്യൻ്റെ സാമൂഹിക ആവശ്യങ്ങൾ പെടുന്നത് അംഗീകാരമാണ്. ക്ലാസിക്കൽ കണ്ടീഷനിങ് പ്രതികരണവും കണ്ടീഷൻ ഇല്ലാത്ത പ്രതികരണവും ഒന്നുതന്നെയാണ്. 495-ാമത്തെ ക്വസ്റ്റ്യൻ, എണ്ണമറ്റ മാനുഷിക പ്രവർത്തനങ്ങളുമായി അന്തർഭവിച്ചിട്ടുള്ള വ്യത്യസ്ത കായിക പഠനങ്ങളുമായി ബന്ധപ്പെട്ട നൈപുണികളുടെ വികസനത്തെക്കുറിച്ചുള്ള സംജ്ഞയാണ് ചാലകശേഷി വികസനം എന്ന് പറയുന്നത്. എണ്ണമറ്റ മാനുഷിക പ്രവർത്തനങ്ങളുമായി അന്തർഭവിച്ചിട്ടുള്ള വ്യത്യസ്ത കായിക ചലനങ്ങളുമായി ബന്ധപ്പെട്ട നൈപുണികളുടെ വികസനത്തെ കുറിക്കുന്ന സംജ്ഞയാണ് ചാലകശേഷി വികസനം. 496, എബ്രഹാം മാസ്ലോയുടെ അഭിപ്രേരണ സിദ്ധാന്തത്തെ അനുസരിച്ച് താഴെ പറയുന്നവയിൽ അഭാവ ആവശ്യം ഏത്? അറിയാനും മനസ്സിലാക്കാനുമുള്ള ആവശ്യം. ശോധകഫലത്തിൻ്റെ സ്ഥിരതയാണ് വിശ്വാസ്യത. സ്കൂളിൽ മേലധികാരികളുടെ സന്ദർശന റിപ്പോർട്ടും സ്കൂളിലെ പ്രധാന പ്രവർത്തനങ്ങളും എഴുതി വെക്കുന്ന ബുക്കാണ് ലോഗ് ബുക്കാണ്. സ്കൂളിൽ മേലധികാരികളുടെ സന്ദർശന റിപ്പോർട്ടും സ്കൂളിലെ പ്രധാന പ്രവർത്തനങ്ങളും എഴുതി വെക്കുന്ന ബുക്ക് ലോഗ് ബുക്ക്. അവനവനുമായിട്ട് ബന്ധപ്പെടുത്താതെ പഠന കാര്യങ്ങൾ ഓർത്തുവെക്കുന്നതാണ് വസ്തുനിഷ്ഠ സ്മരണ. ഫ്രോയിഡിൻ്റെ അഭിപ്രായത്തിൽ സ്വലിംഗത്തിൽപ്പെട്ട സമപ്രായക്കാരുമായി കൂട്ടുകൂടി കളിക്കാൻ താല്പര്യം കാണിക്കുന്ന ഘട്ടമാണ് നിർലീനഘട്ടമാണ്. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. താങ്ക് യു ഓൾ.